ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിത്ത് ലേണിംഗ് ഹബ്. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് BA സോഷ്യോളജി ഫസ്റ്റ് ഇയർ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയിലെ പ്രധാനപ്പെട്ട 6 പാഠങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായും എക്സാമിന് വരുന്ന പാഠഭാഗങ്ങൾ കവർ ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയിൽ നമ്മൾ ആദ്യമായിട്ട് ഒന്നാമത്തെ പാഠം പ്രൊഫൈൽസ് ടു സോഷ്യോളജി. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് സോഷ്യോളജിയെ കുറിച്ചുള്ള പഠനം. വാട്ട് ഈസ് സോഷ്യോളജി നമ്മളിത് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യോളജിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി നമ്മളിതിൽ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യോളജിയുടെ സ്കോപ്പ് കഴിഞ്ഞ എക്സാമിന് വന്ന ചോദ്യമാണ്, സ്കോപ്പ് ഓഫ് സോഷ്യോളജി. അത് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യോളജിയുടെ വ്യത്യസ്തമായ തലങ്ങളെക്കുറിച്ച് നമ്മൾ ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ, ദി സ്റ്റഡി ഓഫ് സൊസൈറ്റി ഈസ് ഇൻ ജനറൽ ആൻഡ് പീപ്പിൾ ഇൻ പാർട്ടിക്കുലർ ഈസ് നോൺ ആസ് സോഷ്യോളജി. സോഷ്യോളജി എന്നറിയപ്പെടുന്നത് ഒരു സൊസൈറ്റിയെ കുറിച്ചുള്ള പഠനമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. മാത്രമല്ല സോഷ്യോളജിയുടെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ, ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യോളജിയിൽ ഇറ്റ് സ്റ്റഡീസ് ദ വേ ഇൻ വിച്ച് ഹ്യൂമൻ ആൻഡ് സൊസൈറ്റി ഓപ്പറേറ്റ്സ് ഇൻ എ സയൻറ്റിഫിക് മാറ്റർ. തീർച്ചയായിട്ടും അപ്പോൾ മനുഷ്യൻ അവൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഒരു സൊസൈറ്റിയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ എത്തരത്തിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ചർച്ചകളാണ് നമ്മൾ ഈ ഒരു സോഷ്യോളജിയിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്. അതുപോലെ തന്നെ വാട്ട് ഈസ് സോഷ്യോളജി, എന്താണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അവിടെ at an individual level, sociology explains the concept of love, gender, family, aging and religion. At the societal level, it discusses and explains issues like social disparities. ഓക്കെ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നു സൊസൈറ്റിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഭാഗമാണ്, നമുക്കൊന്ന് വായിച്ചു നോക്കിയാൽ തിരിയുന്ന ഭാഗം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ശേഷം മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് സോഷ്യോളജി വരുന്നുണ്ട്. അതിനുശേഷം സോഷ്യോളജി ആൻഡ് സയൻസ്, സോഷ്യോളജി ഒരു സയൻസായിട്ട് പരിഗണിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് നമ്മളതിന് നോക്കിക്കാണുക എന്നുള്ള ചർച്ച വരുന്നുണ്ട്. അതിനുശേഷം പ്രധാനമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് സ്കോപ്പ് ഓഫ് സോഷ്യോളജിയാണ്. സോഷ്യോളജിയുടെ സ്കോപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ദി ടീച്ചിങ് ഓഫ് സോഷ്യോളജി സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ ആഫ്റ്റർ ദി വേൾഡ് വാർ 1 in 1925. 1925 കാലഘട്ടങ്ങളിലാണ്, വേൾഡ് വാർ 1 സമയത്താണ് ഈ സോഷ്യോളജിക്കുള്ള പഠനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ സോഷ്യോളജിയുടെ ഒറിജിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ദി ഒറിജിൻ ഓഫ് സോഷ്യോളജി ഉണ്ട്. അതുപോലെ തന്നെ അവിടെ അതിനുശേഷം ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജിയിൽ സോഷ്യോളജി ഡെവലപ്പായി വന്നത് ഏതൊക്കെ കാലഘട്ടങ്ങളിലാണ്. വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ഭാഗങ്ങൾ അഗസ്റ്റ്യ കോംറ്റെ പോലെ, അതുപോലെ തന്നെ കാൾ മാർക്സിനെ പോലെ, ഹെർബർട്ട് സ്പെൻസറെ പോലെ, അതുപോലെ തന്നെ എമിൽ ഡുർഖീമിനെ പോലെ, മാക്സ് വെബറെ പോലെ, ഇവരുടെയൊക്കെ പഠനങ്ങൾ ഇവരുടെയൊക്കെ സംസാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഭാഗമാണ്. അതുപോലെ തന്നെ ഈ അടുത്ത പാഠം നമ്മൾ നോക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്സ് വിത്ത് അതർ സോഷ്യൽ സയൻസസ്. സോഷ്യോളജിക്ക് മറ്റു സോഷ്യൽ സയൻസുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഭാഗമാണ്. കഴിഞ്ഞ എക്സാമിന് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ സോഷ്യോളജിക്ക് ഹിസ്റ്ററിയുമായിട്ടുള്ള ബന്ധം സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യോളജിക്ക് എക്കണോമിക്സുമായിട്ടുള്ള, സോഷ്യോളജിക്ക് പൊളിറ്റിക്കൽ സയൻസുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു പാഠഭാഗത്തിൽ മെയിനായിട്ട് വരുന്ന ഒരു തിയറിയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു തിയറി എന്ന് പറയുമ്പോൾ സി റൈറ്റ് മിൽസിൻ്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഈസ് എ കപ്പാസിറ്റി ടു കോംപ്രഹെൻഡ് ദി കണക്ഷൻ ബിറ്റ്വീൻ എ പേഴ്സൺസ് എക്സ്പീരിയൻസ് ആൻഡ് ഇൻ സൊസൈറ്റി. ഒരു സൊസൈറ്റി അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസുമായിട്ടുള്ള ബന്ധത്തെ, കണക്ഷനെ കുറിച്ച് പറയുന്നതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഭാഗമാണ്. അതിനുശേഷമാണ് നമ്മൾ ഈ സോഷ്യോളജിക്ക് മറ്റു സോഷ്യൽ സയൻസുമായിട്ടുള്ള ഇൻ്റർ റിലേഷൻഷിപ്പ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പറയുമ്പോൾ സോഷ്യോളജി ഓഫ് സൈക്കോളജി പറയുമ്പോൾ, sociology studies the over behavior of individuals with society, whereas psychology studies the covered human behavior with itself. മനുഷ്യൻ അവൻ്റെ സ്വഭാവം അവൻ്റെ സ്വയം അവൻ്റെ സ്വഭാവം എങ്ങനെയാണോ അതിനെക്കുറിച്ച് പഠിക്കലാണ് സൈക്കോളജി എന്നുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഭാഗമാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് സോഷ്യോളജി ഹിസ്റ്ററി പറയുമ്പോൾ അവിടെ നമുക്ക് വരുന്നൊരു ഉപയോഗമാണ് ഹിസ്റ്ററി ഈസ് പാസ്റ്റ് സോഷ്യോളജി ആൻഡ് സോഷ്യോളജി ഈസ് പ്രസന്റ് ഹിസ്റ്ററി. വളരെ സിമ്പിളാണ്. അത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാകും, എന്താണ് സോഷ്യോളജി, എന്താണ് ഹിസ്റ്ററി എന്നുള്ളത്. അപ്പോൾ ഹിസ്റ്ററിയെക്കുറിച്ച് പഠിക്കൽ, ചരിത്രത്തെക്കുറിച്ച് പഠിക്കലാണ്, കഴിഞ്ഞുപോയ പാസ്റ്റ് ഇവൻസിനെ കുറിച്ച് പഠിക്കലാണ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ. അതേസമയം സോഷ്യോളജി എന്ന് പറയുമ്പോൾ അതെന്താണ്, ഒരു സൊസൈറ്റിയെ കുറിച്ച് പഠിക്കലാണ്. ഓക്കെ, പ്രസൻറ്റിനെ കുറിച്ച് പഠിക്കലാണ് സോഷ്യോളജി എന്നുള്ളത്. അടുത്തൊരു സോഷ്യോളജി എക്കണോമിക്സ്. എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരുന്നു, എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ വരുന്നു, ഡിസ്ട്രിബ്യൂഷൻ വരുന്നു, കൺസംപ്ഷൻ വരുന്നു. അതേസമയം സോഷ്യോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡീസ് ഹൗ എക്കണോമിക് ആക്ടിവിറ്റീസ് എഫക്ട് സോഷ്യൽ ലൈഫ്. സോഷ്യൽ ലൈഫിനെ എങ്ങനെയാണ് എക്കണോമിക്സ് ബാധിക്കുന്നതിനെ കുറിച്ച് നമ്മളത് പറയുന്നത്. സോഷ്യോളജിക്കൽ സ്റ്റഡി നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അതിൽ വരുന്ന ടോപ്പിക്സ് പോവർട്ടി വരുന്ന, അൺഎംപ്ലോയ്മെൻറ്റ് വരുന്നത്, ക്രൈം വരുന്നുണ്ട്. ഇതൊക്കെ വരുന്ന ടോപ്പിക്സാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഭാഗമാണ്. അത് നേരെ ശേഷം സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി. ആന്ത്രോപോളജി എന്ന് പറയുമ്പോൾ
ആ ഭാഗത്ത് സൊസൈറ്റി ഈസ് സ്റ്റഡീഡ് ബൈ സോഷ്യോളജി ആൻഡ് ഹ്യൂമൻസ് ആർ സ്റ്റഡീഡ് ബൈ ആന്ത്രോപോളജി. മനുഷ്യന്മാരെ കുറിച്ച് പഠിക്കപ്പെട്ട ആന്ത്രോപോളജി വളരെ സിമ്പിൾ ആയിട്ടുള്ള പാഠഭാഗമാണ്. അത് നേരെ ശേഷം നമ്മൾ എന്ത് പറയുന്നു, സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. എന്താണ് സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസ് തമ്മിലുള്ള ഇന്റർ റിലേഷൻ എന്ന് പറയുമ്പോൾ, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് ഒരു രാജ്യത്ത് ജീവിക്കേണ്ടത്, അവരുടെ ഭരണകൂടങ്ങൾ, അവിടെ വരുന്ന ഓർഗനൈസേഷൻസ്, അതുപോലെ തന്നെ അവിടെ വരുന്ന ആ മനുഷ്യന് ജീവിതം മുന്നോട്ട് കൊണ്ടുവരാൻ അവിടുത്തെ ആവശ്യങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെയാണ് പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഭാഗമാണ്. അതിനുശേഷം സോഷ്യോളജി ബയോളജി പറയുന്നത്. ബയോളജി എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ എങ്ങനെയാണ് ബയോളജിക്കലി മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടായത്, അതാണ് ബയോളജിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് മനസ്സിലാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ സോഷ്യോളജി ആൻഡ് ജിയോഗ്രഫി. ജിയോഗ്രഫി ഭൂമിശാസ്ത്രമാണ്. എർത്തിൽ നമ്മൾ പ്ലാന്റ്സ് കാണുന്നു, അതുപോലെ തന്നെ നമ്മൾ വ്യത്യസ്തമായിട്ട് സസ്യലതാതുകൾ കാണുന്നു. ഇതൊക്കെ എന്താണ് ഈ ഒരു ജിയോഗ്രഫിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ഈ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന മനുഷ്യൻ തീർച്ചയായിട്ടും ഈ ഒരു ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സോഷ്യോളജി ആൻഡ് എത്തിക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, സോഷ്യോളജി ആൻഡ് എത്തിക്സ് ഹാവ് എ ക്ലോസ് റിലേഷൻഷിപ്പ്. ദി സ്റ്റഡി ഓഫ് മോറൽ പ്രിൻസിപ്പിൾ ഇസ് ദ സബ്ജക്ട് ഓഫ് എത്തിക്സ്. എത്തിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് ശരി, എന്താണ് തെറ്റ് വേർതിരിച്ചത് എന്നുള്ളതാണ്. സോഷ്യൽ ലോ എന്ന് പറയുമ്പോൾ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നിയമ വ്യവസ്ഥകളെ അംഗീകരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതായത് അതുകൊണ്ട് തന്നെ സോഷ്യോളജിയിൽ ലോസിനും പ്രാധാന്യം അർഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ ചാപ്റ്റർ ഫണ്ടമെന്റൽ സോഷ്യോളജിക്കൽ കൺസെപ്റ്റ്സിനെ കുറിച്ചാണ് മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതേസമയം അവിടെ ഗ്രൂപ്പ് ഉണ്ട്, കമ്മ്യൂണിറ്റി അസോസിയേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, നോംസ് ഉണ്ട്, വാല്യൂസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ചർച്ചകളാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ പ്രധാനമായിട്ട് സംസാരിക്കുന്നത്. അതേസമയം സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഈ സൊസൈറ്റി എന്നുള്ള ടേം ഉപയോഗിക്കുന്നത് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഹു ഷെയർ കോമൺ ഹോം ആൻഡ് വേ ഓഫ് ലൈഫ്. അവർക്കൊരു കോമൺ ആയിട്ടുള്ള വേ ഓഫ് ലൈഫ് ആയിരിക്കും ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള പാഠഭാഗമാണ്. നമുക്കൊന്ന് വായിച്ച് നോക്കിയാൽ തിരിയുന്ന ഭാഗമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റി വൺ ഓഫ് ദി ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി വിച്ച് കെയിം ഇൻ ടു എക്സ്പീരിയൻസ് ഓഫ് ഹ്യൂമൻസ് സ്റ്റാർട്ട് ലിവിംഗ് ടുഗദർ. മനുഷ്യന്മാർ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഈ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, കമ്മ്യൂണിസ്റ്റ് എന്ന വേർഡിൽ നിന്നാണ് കമ്മ്യൂണിറ്റി വന്നിട്ടുള്ളതൊക്കെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഡെഫിനിഷൻ ഓഫ് കമ്മ്യൂണിറ്റി ഡെഫിനിഷൻ സംസാരിക്കുമ്പോൾ വ്യത്യസ്തമായ തരത്തിലുള്ള ഡെഫിനിഷൻസ് ഇവിടെ നൽകപ്പെട്ടിട്ടുണ്ട്. അത് നേരെ താഴത്തായിട്ട് ബേസിക് കമോഡ്സ്, കമ്മ്യൂണിറ്റിയുടെ ബേസിക് കമോഡ്സ് ചെയ്യുന്നുണ്ട്. ടെറിട്ടറി ഉണ്ട്, വി ഫീലിംഗ് ഉണ്ട്, നാച്ചുറാലിറ്റി ഉണ്ട്, പെർമനൻസ് ഉണ്ട്, സിമിലാരിറ്റി ഉണ്ട്, ഡിസ്ട്രിക്ട് നെയിം ഉണ്ട്. അതിൽ നേരെ താഴത്ത് കമ്മ്യൂണിറ്റി ടൈപ്പ് സംസാരിക്കുമ്പോൾ റൂറൽ കമ്മ്യൂണിറ്റി ഉണ്ട്, അതുപോലെ തന്നെ അർബൻ കമ്മ്യൂണിറ്റി, ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന റൂറൽ കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന അർബൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. അതുപോലെ തന്നെ അത് നേരെ ശേഷമാണ് അസോസിയേഷൻ ചർച്ചകൾ വരുന്നത്. അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഗോളിന് വേണ്ടി നമ്മൾ നമ്മൾ രൂപീകരിക്കപ്പെടുന്ന ഒരു അസോസിയേഷനാണ് എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് അസോസിയേഷൻ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ആ സമയം അസോസിയേഷന് വ്യത്യസ്തമായ ഡെഫിനിഷൻ നൽകപ്പെടുന്നുണ്ട്. അതിന് നേരെ ശേഷം അസോസിയേഷൻ്റെ സ്വഭാവ ഗുണങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവിടെ ഹ്യൂമൻ ഗ്രൂപ്പ് ഉണ്ട്, കോമൺ ഗോൾ ഉണ്ട്, അസോസിയേഷൻ ആസ് ആൻ ഓർഗനൈസ്ഡ് സോഷ്യൽ ഗ്രൂപ്പ് ഉണ്ട്, കോപ്പറേറ്റീവ് സ്പിരിറ്റ് ഉണ്ട്, അസോസിയേഷൻ മെമ്പർഷിപ്പ് ഉണ്ട്, പെർമനൻസി അസോസിയേഷൻ ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ്. ആ ഭാഗം തന്നെ ടൈപ്സ് ഓഫ് അസോസിയേഷൻ ഉണ്ട്. അസോസിയേഷൻ വ്യത്യസ്തമായിട്ടുള്ള ടൈപ്സുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഗ്രൂപ്പ്സിനെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത്. അപ്പോൾ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ്സിന് വ്യത്യസ്തമായിട്ടുള്ള ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ എ സോഷ്യൽ ഗ്രൂപ്പ് ഈസ് എ ഗിവൺ അഗ്രീഡ് പീപ്പിൾ പ്ലേയിങ് ഇന്റർ റിലേറ്റഡ് റോൾസ് ആൻഡ് റെക്കഗ്നൈസിങ് ബൈ ദോസ് ഓർ അതർ ആസ് എ യൂണിറ്റ് ഓഫ് ഇൻട്രാക്ഷൻ. തീർച്ചയായിട്ടും അവർ സ്വയം ഒരു ഗ്രൂപ്പായിട്ട് അവർ കഴിഞ്ഞു പോവുകയും അവർ എന്ത് ചെയ്യുന്നു, അവരുടെ യൂണിറ്റ് ഓഫ് ഇൻട്രാക്ഷൻ അവർ സ്വയം തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു കൂടത്തെ പറ്റിയാണ് നമ്മളത് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഗ്രൂപ്പ്സിന്റെ കാറ്റഗറീസ് ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അവയർനെസ് ഉണ്ട്, കോമൺ ഇൻട്രസ്റ്റ് ഉണ്ട്, യൂണിറ്റ് ഓഫ് സോളിഡാരിറ്റി ഉണ്ട്, ഫീലിംഗ് ഉണ്ട്, സെയിം ബിഹേവിയർ, അത്തരത്തിലുള്ള വിഷയങ്ങളാണ് വരുന്നത്. ഇതിന് ശേഷം ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് ഉണ്ട്, അവിടെ പ്രൈമറി ഗ്രൂപ്പ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡെഫിനിഷൻ ഓഫ് പ്രൈമറി ഗ്രൂപ്പ്സിന് വ്യത്യസ്തമായ ഡെഫിനിഷൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈമറി ഗ്രൂപ്പിന്റെ കാറ്റഗറീസ് സംസാരിക്കുന്നുണ്ട്. സ്മാൾ സൈസ് ഉണ്ട്, സ്റ്റെബിലിറ്റി ആൻഡ് ഡ്യൂറബിലിറ്റി ഉണ്ട്, ഐഡന്റിറ്റി എൻസ് ഉണ്ട്, പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ട്, അത്തരത്തിലുള്ള ടൈപ്സ് വരുന്നുണ്ട്. അത് നേരെ താഴെയായിട്ട് എന്ത് വരുന്നുണ്ട്, സെക്കൻഡറി ഗ്രൂപ്പ്സിനെ കുറിച്ച് ചർച്ച വരുന്നുണ്ട്. അപ്പോൾ പ്രൈമറി ഗ്രൂപ്പ്സ്, സെക്കൻഡറി ഗ്രൂപ്പ്സ് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ അതിന് നേരെ ശേഷമാണ് ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുമ്പോൾ അത് ഇൻ ഗ്രൂപ്പ് ആവുകയും ഗ്രൂപ്പിന് പുറത്ത് വരുന്ന സമയത്താണ് അവിടെ ഔട്ട് ഗ്രൂപ്പ് ആവുകയും ചെയ്യുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള പാഠഭാഗമാണ്. അതിന് നേരെ ശേഷം ഇൻസ്റ്റിറ്റ്യൂഷനോട് സംസാരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് എ വെൽ ഡിഫൈൻഡ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ഓഫ് സോഷ്യൽ ബിഹേവിയർ ദാറ്റ് സർവ്സ് എ സർട്ടൻ ഫംഗ്ഷൻ. ഒരു നിശ്ചിതമായിട്ടുള്ള ഫംഗ്ഷൻ അവരെന്ത് ചെയ്യുന്നു,
സെർവ് ചെയ്യുന്നു. ഇതാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മെയിൻ ആയിട്ടുള്ള ജോബ് എന്നുള്ളത്. ഓക്കെ, അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വ്യത്യസ്തമായ ടൈപ്പുകൾ. അവിടെ ഫാമിലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, മാരേജ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, എഡ്യൂക്കേഷൻ, എക്കണോമി, അതുപോലെ തന്നെ പൊളിറ്റിക്സ്, റിലീജിയൻ, മാസ് മീഡിയ, ഇതൊക്കെ ഇതിൻ്റെ കീഴ്ഘടമായി വരുന്ന സംഭവങ്ങളാണ്. ഓക്കെ, അതേസമയം നോംസ് എന്ന് പറയുമ്പോൾ നോംസിൻ്റെ ചർച്ചകൾ, നോംസ് എന്ന് പറയുമ്പോൾ റൂൾസ് ദാറ്റ് ഗവേൺ ബിഹേവിയർ. ഓക്കെ, ഫോക്ക് വേസ് പോലെ, മോസ് പോലെ, വാല്യൂസ്, ലോസ് പോലെ, കസ്റ്റംസ് പോലെ, വാല്യൂസ്, ബിലീവ്സ് അബൌട്ട് വാട്ട് ഈസ് ഗുഡ് ഓർ ഡിസൈറബിൾ. ഓക്കെ, അതാണ് വാല്യൂസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. അതേസമയം ഫോക്ക് വേസ് എന്ന് പറയുമ്പോൾ എവറി ഡേ ഹാബിറ്റ്സ്, ഈറ്റിങ്സ് പോലത്തെ ഫോക്ക് വേസ് പറയുമ്പോൾ, മോഴ്സ് എന്ന് പറയുമ്പോൾ മോറൽ റൂൾസ് ആണ്. ആസ്പെക്ട് എൽഡേഴ്സ് എന്ന് ഉദാഹരണം പറയുമ്പോൾ വലിയവരെ ബഹുമാനിക്കുന്ന പോലത്തെ. സ്റ്റാറ്റസ് പറയുമ്പോൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന വ്യക്തിക്ക് വ്യത്യസ്തമായ സ്റ്റാറ്റസുകൾ, അവരുടെ സ്റ്റാറ്റസുകൾ നോക്കേണ്ടിരുന്ന സമയം വരും. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുന്നു, ഒരു സൊസൈറ്റിയിൽ സ്റ്റാറ്റസ് ഉണ്ടാവും, അതുപോലെ റോൾ ഉണ്ട്. കാരണം ഒരു മനുഷ്യൻ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ വ്യത്യസ്തമായ റോളുകൾ അവൻ എന്ത് ചെയ്യുന്നു, അവൻ വഹിക്കേണ്ടി വരും എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന നമ്മുടെ പാഠമാണ് കൾച്ചർ എന്നുള്ള പാഠഭാഗം. ഈ ഒരു പാഠഭാഗത്തിൽ സംസാരിക്കുമ്പോൾ ഇവിടെ നമുക്ക് വരുന്ന വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളാണ് മെറ്റീരിയൽ, നോൺ മെറ്റീരിയൽ കൾച്ചറിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കൾച്ചറിന് വ്യത്യസ്തമായ ഡെഫിനിഷൻസുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ ആദ്യമായിട്ട് നമ്മൾ കൾച്ചറിൻ്റെ കാറ്റഗറീസ് നോക്കുകയാണെങ്കിൽ, കൾച്ചർ എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷനിൽ കൾച്ചർ the understanding of a group sets it apart from the other groups. The status of self-culture, on the other hand, never change completed products. That's constantly adapting and changing. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാറുന്ന ഒരു വസ്തുവാണ് പറയാൻ സാധിക്കും. അവിടെ കൾച്ചറിന് വ്യത്യസ്തമായ ഡെഫിനേഷൻ നൽകപ്പെടുന്നുണ്ട്. ഡിസ്ക്രൈബ് കൾച്ചറിൻ്റെ എങ്ങനെയാണ് കൾച്ചറിനെ കണ്ടെത്തി എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ കൾച്ചറിൻ്റെ ഒറിജിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ കൾച്ചറിൻ്റെ വ്യത്യസ്തമായ ഡെഫിനേഷൻസ് ഉണ്ട്. അവിടെ ഹോണ്ടിൻ്റെ ഡെഫിനേഷൻ ഉണ്ട്, ടൈലറിൻ്റെ കൺസെപ്റ്റ്, അങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള ആളുകളുടെ ഡെഫിനേഷൻ നൽകപ്പെടുന്നുണ്ട്. ഈ കൾച്ചറിൻ്റെ എലമെൻറ്റ്സ് സംസാരിക്കുമ്പോൾ യൂസ് ഓഫ് ലാംഗ്വേജ് ഉണ്ട്, സിമ്പിൾസ് ഉണ്ട്, റിക്വയർമെൻറ്റ്സ് ഉണ്ട്, മോഡൽസ് ഉണ്ട്, വാല്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ ഒപ്പീനിയൻസ് ഉണ്ട്, കോഗ്നിറ്റീവ് എലമെൻറ്റ്സ് ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പാഠഭാഗമാണ്. അതുപോലെ തന്നെ കാറ്റഗറീസ്, കൾച്ചർ ഈസ് ലേൺഡ് ആണ്, കൾച്ചർ ഈസ് സോഷ്യലാണ്, കൾച്ചർ പാസീവ് ആണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലുള്ള സ്വഭാവ ഗുണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് കൾച്ചറിന്. ഓക്കെ, ഇനി ഡൈമെൻഷൻസ് ഓഫ് കൾച്ചർ പറയുമ്പോൾ 6 കൾച്ചറൽ ഡൈമെൻഷൻസ്, മാക്സിമം റേഞ്ച് ഓഫ് പവർ ഉണ്ട്, ഇൻഡിവിജ്വലിസം ഉണ്ട്, കളക്റ്റീവ്സും ഉണ്ട്, അതുപോലെ തന്നെ മെസ്ക്യൂലിറ്റി, അതുപോലെ ഫെമിനിറ്റി ഉണ്ട്, അൺസർട്ടൻലി അവേഴ്സ് ഒക്കെ. ഇത്തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള ഭാഗങ്ങളാണ് കൾച്ചറിൻ്റെ പാഠഭാഗത്തിൽ വരുന്നത്. ഓക്കെ, ഇനി അതേസമയം ഫങ്ഷൻസ് ഓഫ് കൾച്ചറിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, കൾച്ചർ ഈസ് സ്റ്റോർ ഹൗസ് ഓഫ് ഇൻഫർമേഷൻ ആണ്. സിറ്റുവേഷൻ ആസ് are defined by culture ആണ്. attitudes, values and ambitions all are defined by culture ആണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ കാറ്റഗറൈസ് സംസാരിക്കുമ്പോൾ ഐഡന്റിഫൈഡ് കൾച്ചറിൽ സൊസൈറ്റീസിൻ്റെ കൾച്ചർ ഉണ്ട്, ഹൈ കൾച്ചർ ഉണ്ട്, അതുപോലെ തന്നെ ലോ കൾച്ചർ ഉണ്ട്. അപ്പോൾ ഓരോ സമൂഹത്തിൽ സെറ്റിൽ ജീവിക്കുന്ന ആൾക്ക് ഹൈ കൾച്ചർ ആയിരിക്കും, അതുപോലെ ഗ്രാമീണർക്ക് എന്തായിരിക്കും, അവർക്ക് ലോ കൾച്ചർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പണ്ടത്തെ കാലഘട്ടങ്ങളുണ്ടായിരുന്നു ഫോൾ കൾച്ചർ പോലെ. അതുപോലെ തന്നെ മെറ്റീരിയൽ ആസ്പെക്ട് ഓഫ് കൾച്ചർ ഉണ്ട്, അതുപോലെ തന്നെ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ കൾച്ചർ റിഫേഴ്സ് ടു മെഷീൻ, ആർട്ട്, മോണുമെന്റ്, ബിൽഡിംഗ്, ടൂൾസ്, വെപ്പൺസ്, ഇതൊക്കെ മെറ്റീരിയൽ കൾച്ചർ. അതുപോലെ തന്നെ ഒരു വ്യത്യസ്ത രൂപത്തിലുള്ള ഒരു ആളുകളുടെ ബിഹേവിയർ, ഐഡിയാസ്, ബിലീഫ്സ്, അതിനൊക്കെ നോൺ മെറ്റീരിയൽ കൾച്ചർ പറയുന്നത്. ഈ കൾച്ചർ ലാഗ് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ ഒരു കൺസെപ്റ്റുള്ള WF ഓക്ബേണിൻ്റെ ആണ് കൾച്ചർ ഈ ഒരു ഇതെന്നുള്ളത് ചേരുന്നുള്ളത്. അദ്ദേഹം കൾച്ചർ ലാഗ് റിഫേഴ്സ് ടു ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ. മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചറിൻ്റെ ഇടയിൽ വ്യത്യാസമാണ് കൾച്ചർ ലാഗ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പാഠഭാഗമാണ്. ഓക്കെ, അതിന് നേരെ താഴായിട്ട് എത്നോസെൻട്രിസം വരുന്നുണ്ട്. എത്നോസെൻട്രിസം ഡെഫിനേഷൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ടുവാർഡ്സ് ഗ്ലോബൽ കൾച്ചർ, പുതിയ കാലഘട്ടങ്ങൾ ഗ്ലോബലൈസേഷൻ്റെ ഒരു കടന്നുവരവോടെ തീർച്ചയായിട്ടും വ്യത്യസ്തമായ രൂപത്തിലുള്ള കൾച്ചറിന് മാറ്റങ്ങൾ സംഭവിക്കും എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ ഈ ഒരു യൂണിറ്റ് അവസാനിക്കും. അടുത്ത യൂണിറ്റ് 5 ഹ്യൂമൻ സൊസൈറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ഹ്യൂമൻ സൊസൈറ്റി ഇവിടെ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് അനിമലും അത് ഹ്യൂമൻ നമ്മൾ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും മനുഷ്യനാകുമ്പോൾ എഡ്യൂക്കേഷൻ ആവശ്യമായിരുന്നു, അപ്പോൾ അനിമൽസ് അത്രത്തെ എഡ്യൂക്കേഷൻ്റെ ആവശ്യം അനിമൽസിനില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു, അവർക്ക് സർവൈവൽസ് മാത്രം, അതിജീവനം മാത്രം മതി. ഹ്യൂമൻസിനാകുമ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആവശ്യമാണ്, എഡ്യൂക്കേഷൻ ആവശ്യമാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള പാഠഭാഗമാണ്. ഹ്യൂമൻ സൊസൈറ്റിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു ഈ ഒരു പാഠഭാഗത്തിൽ. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സൊസൈറ്റിയുടെ വ്യത്യസ്തമായ ടൈപ്പുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ സൊസൈറ്റിയുടെ ഡെഫിനേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സെറ്റ് ഓഫ് കണക്ഷൻ ബിറ്റ്വീൻ ദി മെമ്പേഴ്സ് ഓഫ് ദി വേരിയസ് ഗ്രൂപ്പ്സ്. വ്യത്യസ്തമായ ഗ്രൂപ്പുകളുടെ ഇടയിലുള്ള ഒരു കൂട്ടാളുകളുടെ സെറ്റ് ഓഫ് കണക്ഷനാണ് നമ്മൾ പറയുന്നത് സൊസൈറ്റി എന്ന് പറയുന്നത്. അവിടെ കമ്മ്യൂണിറ്റി ഉണ്ട്, ഗേറ്റ് കമ്മ്യൂണിറ്റി, സ്മാൾ കമ്മ്യൂണിറ്റി, റോൾ കമ്മ്യൂണിറ്റി, അഡ്വക്കേറ്റ്സ് അറിയുന്ന വിഷയങ്ങളാണ്. അതുപോലെ തന്നെ സൊസൈറ്റി കമ്മ്യൂണിറ്റി വ്യത്യാസം പറയുന്നുണ്ട്.
ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് ഹ്യൂമൻ വേഴ്സസ് ആനിമൽ സൊസൈറ്റി. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഹ്യൂമൻ വേഴ്സസ് ആനിമൽ സൊസൈറ്റി എന്നുള്ളത്. അവിടെ ഹണ്ടർ ആൻഡ് ഗേദേഴ്സ് ഉണ്ട്. ആദ്യമായിട്ട് പറയുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ അവരെന്തായിരുന്നു, അവർ വേട്ടയാടി ഭക്ഷണം കഴിച്ച ആളുകളായിരുന്നു. വേട്ടയാടി അവരുടെ ഉപജീവന മാർഗം തേടിയിരുന്നു. അതുപോലെ തന്നെ അവർ കൃഷി ചെയ്യുന്ന ആളുകളായിരുന്നു. അതുപോലെ തന്നെ പാസ്റ്റൽ സൊസൈറ്റി ആയിരുന്നു. ആട് മേയ്ക്കൽ, അതുപോലെ പശുക്കളൊക്കെ മേയ്ക്കുന്ന ആളുകളായിരുന്നു. അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന അഗ്രികൾച്ചർ സൊസൈറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി ആയിരുന്നു ഒരു കൂട്ടക്കാർ. അതുപോലെ അതിനുശേഷം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒരു കടന്നുവരവുണ്ടായി. അതുപോലെ തന്നെ വ്യത്യസ്തമായ ടെക്നോളജികളുടെ യൂസ് വന്നു. അത്തരത്തിലുള്ള ഒരു മാറ്റം എന്ത് ചെയ്തു വന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയലിന് ശേഷം പിന്നീട് വരുന്ന കാലഘട്ടം വളരെ വ്യത്യസ്തമാണ്. അവിടെ ടെക്നോളജികളുടെ വ്യത്യസ്തമായിട്ടുള്ള പുതിയ ആയുധങ്ങൾ കണ്ടെത്തുന്ന ഒരു കാലഘട്ടം വന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടി. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കൂടുമ്പോൾ തന്നെ പോപ്പുലേഷൻ്റെ ആളുകൾ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓൾറെഡി ഉണ്ടാവുന്നൊരു അവസ്ഥയാണ് വരുന്നത്. അതുപോലെ തന്നെ നോൺ ഇൻഡസ്ട്രിയൽ സിവിലൈസേഷൻ എന്ന് പറഞ്ഞ ട്രഡീഷണൽ സൊസൈറ്റി ഉണ്ട്. പണ്ട് കാലഘട്ടങ്ങളിൽ വന്നിരുന്ന ട്രഡീഷണൽ സൊസൈറ്റി പാരമ്പര്യമായിട്ട് അവർ ചെയ്യുന്ന വർക്കുകൾ അവരെന്ത് ചെയ്യുന്നു, മുഴുകിയിരുന്ന ആളുകൾ അങ്ങനെ ചെയ്ത് മുന്നോട്ട് ചെയ്യുന്നു. അവിടെ തന്നെ ട്രഡീഷണൽ വിയസ് മോഡേൺ സൊസൈറ്റി വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാലഘട്ടങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെഷീൻ ബേസ്ഡ് പ്രൊഡക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. റൈറ്റ്സ് ഓഫ് ഫാക്ടറികളുടെ ഉയർച്ച ഉണ്ടായി. അതുപോലെ തന്നെ അർബൈസേഷൻ, വേജ് ലേബർ, പൊല്യൂഷൻ, ക്ലാസ് ഇൻഡിവിജ്വലൊക്കെ സമയത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫാമിലി സെക്ടർ ജോയിൻറ്റ് ന്യൂക്ലിയർ ഫാമിലിയൊക്കെ എന്തായി മാറുന്ന ഒരു അവസ്ഥ വന്നിരുന്നു. ഓക്കെ, വളരെ സിമ്പിളാണ്. അവിടെ തന്നെ ടൈപ്സ് ഓഫ് സൊസൈറ്റിയിൽ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ബേസ്ഡ് ഓൺ ഇൻഫർമേഷൻ സർവീസസ് ടെക്നോളജി ബേസ് ചെയ്തായിരുന്നു. ഡാനിയൽ ബെല്ലായിരുന്നു ടേം കൊണ്ടുവന്നത്. ഓക്കെ, IT ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു ഉയർച്ച വന്നു. കൺസൾട്ടൻസി, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷനൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ വരികയാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ന്യൂലി ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയിലേക്ക് മാറിയ ഒരു അവസ്ഥ വന്നിയാണ്. അവിടെ ഇന്ത്യ പോലെ, ചൈന പോലെ, ബ്രസീൽ പോലെ, സൗത്ത് കൊറിയ ഉദാഹരണങ്ങളാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള പാഠഭാഗമാണ്. ഫീച്ചേഴ്സ്, അർബൈസേഷൻ്റെ FDI, അവിടെ എക്കണോമിക് ഗ്രോത്ത് ഒക്കെ ഉണ്ടാവും. ഇതിൽ ഉൾപ്പെടെ നമുക്ക് പറയാൻ സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന നമ്മുടെ പാഠഭാഗം എന്നുള്ളത് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. ഒരു വ്യക്തിയും അതുപോലെ തന്നെ ഒരു സൊസൈറ്റി എങ്ങനെ ഒരു വ്യക്തി സൊസൈറ്റിയോട് എങ്ങനെ കടപെട്ട് കിടക്കുന്നു എന്നുള്ള ചർച്ചകളാണ് ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ കവർ ചെയ്യേണ്ട ഒരു കുട്ടിയുടെ, ഒരു ശിശുവിൻ്റെ ജീവിതം എങ്ങനെയാണ് ആ ശിശു പ്രസവിച്ചതിന് ശേഷം എങ്ങനെ അത് വളർന്നു വന്നു, അതിൻ്റെ മാറ്റങ്ങൾ, രോഗമാറ്റങ്ങൾ, അതിൻ്റെ മെൻ്റൽ ഉണ്ടാകുന്ന, അതിൻ്റെ ബ്രെയിനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ആദ്യമായിട്ട് എന്താണ് ഇൻഡിവിജ്വൽ? വളരെ ഇൻഡിവിജ്വൽ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ? Individual is very vague term and could mean various different things to different people. Okay, ഒരു വ്യക്തിയും ആ വ്യക്തിക്ക് വ്യത്യസ്തമായ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ട ഒരു വ്യക്തിക്ക് ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി വ്യത്യാസം പറയുമ്പോൾ, സൊസൈറ്റി എന്ന് പറയുമ്പോൾ സമൂഹമാണ്. ഒരു ഇൻഡിവിജ്വൽ തീർച്ചയായിട്ടും സൊസൈറ്റി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള പാഠഭാഗമാണ്. അവിടെ വ്യത്യസ്തമായ തിയറികൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർഗാനിക് തിയറി പറയുന്നുണ്ട്. അപ്പോൾ പ്ലാറ്റോ ആണ് ഈ ഒരു തിയറി എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഭാഗമാണ്. അതുപോലെ തന്നെ ഒരു ഇൻഫാൻറ്റിൻ്റെ ഏർലി സ്റ്റേജിലാണ് പറയുന്നത്. ഫസ്റ്റ് 5 ആർ ക്രിറ്റിക്കൽ ഫോർ ബ്രെയിൻ ആൻഡ് എമോഷണൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഡെവലപ്മെൻറ്റ് സ്റ്റേജ് അങ്ങനെ ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത് ഒക്കെ സിമ്പിളാണെങ്കിൽ മെല്ലെ വായിച്ചു വിട്ടാൽ തിരിയുന്ന ഭാഗങ്ങളുള്ളൂ. ഇനി ഡെവലപ്മെൻറ്റ് വ്യത്യസ്തമായ ടൈപ്പ് പോലെ ഫിസിക്കൽ, സെൻസറുകൾ പറഞ്ഞു, ഫിസിക്കലായിട്ടുള്ള മാറ്റങ്ങൾ പറഞ്ഞു, അതുപോലെ സെൻസറുകളുടെ മാറ്റങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ആ കുട്ടിയുടെ ചൈൽഡ്ഹുഡ്, ലൈഫ് കോഴ്സ്, സോഷ്യലൈസേഷൻ, എങ്ങനെ സോഷ്യലൈസേഷൻ എന്തൊക്കെ ഉൾപ്പെടെ ചൈൽഡ്ഹുഡ് ഉണ്ട്, അഡോളസൻസ് ഉണ്ട്, അഡൽട്ട്ഹുഡ് ഉണ്ട്, ഓൾഡ് ഏജ് ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അത് കുട്ടിയായിരിക്കും, പിന്നെ യുവാവ്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെയാണ് ആ കുട്ടി വളർന്നു വരിക. വളരെ സിമ്പിളായിട്ടുള്ള പാഠഭാഗമാണ്. അപ്പോൾ ഒന്ന് വായിച്ച് നോക്കിയാൽ തിരിയുന്ന ഭാഗം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി സോഷ്യലൈസേഷൻ്റെ ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ്റെ ഡ്യൂറിങ് ഇൻഫാൻസി ആസ് എ കിഡ് ഗ്രോസ് ഓൾഡർ, അവർ റോൾ ലേണിംഗ് സ്റ്റേജ് ഉണ്ട്, പഠിക്കുന്ന സമയമുണ്ട്. അത് സ്കൂൾസ്, മീഡിയ, ഇതിനൊക്കെ ആ കുട്ടി ഇതിലൊക്കെ ഇൻവോൾവ് ആവുന്ന സമയം വരുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തായിട്ട് ജെൻഡർ സോഷ്യലിസം ചർച്ച. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത് പറയുമ്പോൾ ജെൻഡർ സോഷ്യലിസം എന്ന് പറയുമ്പോൾ ഇവിടെ മീനിങ് ഓഫ് ജെൻഡർ സോഷ്യൽ മീനിങ് പറയുന്നുണ്ട്. അപ്പോൾ ജെൻഡർ സോഷ്യലിസം ഇൻക്ലൂഡ് ദി എഡ്യൂക്കേറ്റിംഗ് ഓഫ് ജെൻഡർ സ്റ്റിയോടൈപ്സ്. ഓക്കെ, തീർച്ചയായിട്ടും ജെൻഡർ സോഷ്യൽ സെക്സിനെ കുറിച്ചുള്ള പഠനം ഇതിൽ നിന്ന് മെയിനായിട്ട് വരുന്നുണ്ട്. അവിടെ ജെൻഡർ ഈക്വാലിറ്റിയെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ മെന്നും വുമൺ രണ്ടുപേർക്കും ഒരേ രൂപത്തിലുള്ള ഈക്വാലിറ്റി നൽകപ്പെടുന്ന ആവശ്യങ്ങളൊക്കെ നമുക്ക് സാധാരണ അറിയുന്ന വിഷയങ്ങളാണ്. അവിടെ മെയിൽ ഡൊമിനന്റ് സൊസൈറ്റിയുടെ കടന്നുവരവുണ്ട്. മനുഷ്യന്മാർ, ആണുങ്ങൾ നേതൃത്വം നൽകുന്ന സൊസൈറ്റികളുണ്ട്. അതുപോലെ തന്നെ ജെൻഡർ സെക്സ് ഉണ്ട്. അത് ജെൻഡർ എന്താണ്, സെക്സ് എന്താണ്, അപ്പോൾ ഒരു ജനിതകത്തെക്കുറിച്ച്, അതുപോലെ സെക്സിനെ കുറിച്ചുള്ള വ്യത്യാസങ്ങൾ നമ്മൾ ഈ ഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ജെൻഡർ ഈക്വാലിറ്റി, വുമൺ എംപവർമെൻറ്റ് ഉണ്ട്, ജെൻഡർ ഈക്വാലിറ്റി ഉണ്ട്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്ക് തുല്യ അവകാശങ്ങൾ നൽകുക നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ട്. അതുപോലെ തന്നെ അവിടെ എന്തുണ്ട്, വുമണിൻ്റെ എംപവർമെൻറ്റ് ഉണ്ട്, പെണ്ണുങ്ങൾക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ ശക്തിപ്പെടുത്തുക എന്നുള്ളതൊക്കെ എന്തുണ്ട് ഇതിൽ വരുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള പാഠഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. നമ്മൾ ഈ ഒരു മാരത്തോൺ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ
എക്സാമിലാണ് നല്ല രൂപത്തിൽ പഠിക്കുക. എല്ലാവർക്കും വീഡിയോ മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ അതിലുണ്ടെങ്കിൽ ബന്ധപ്പെടുക.